ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എന്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഫിലിപ്പി 3:1. ഏത് സാഹചര്യത്തിലും സന്തോഷവും ശാന്തതയും പാലിക്കുവാൻ നാം ശ്രമിക്കണം. മൂകഭാവം നമ്മെ ഗ്രസിക്കരുത്. സന്തോഷമില്ലാത്തവരിൽ നിന്ന് ആളുകൾ അകന്നുപോകും. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനാണ് ലോകം ഇഷ്ടപ്പെടുന്നത്. സന്തോഷത്തിനുള്ള സകല മാർഗവും അടഞ്ഞുപോയി എന്ന് തോന്നുന്ന ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടക്കാതിരിക്കും. രോഗത്താൽ ആരോഗ്യം നശിച്ചു എന്ന് തോന്നും. പണസംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ചുറ്റുപാടുകൾ വിപരീതമായി തീരും. ഭാവി അപകടത്തിലാണ് എന്ന് തോന്നിപ്പോകും. സന്തോഷം ഇല്ലാതാകും. ഇനി ഒരിക്കലും സന്തോഷമുണ്ടാകില്ല എന്ന് സംശയം തോന്നും. സാഹചര്യങ്ങൾ പൂർണ്ണമായി അനുകൂലമാക്കിയ ശേഷം സന്തോഷം കണ്ടെത്താം എന്ന് കരുതേണ്ട. മറ്റേതെങ്കിലും വിധത്തിൽ സന്തോഷം കണ്ടെത്തണം. കർത്താവിലൂടെ സന്തോഷിക്കാമെന്ന് പൗലോസ് പറയുന്നു. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. എല്ലാം ഒരുമിച്ച് വിപരീതമാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. സന്തോഷിക്കുവാൻ തക്കവണ്ണം ശേഷിപ്പുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് സന്തോഷിക്കുവാൻ നാം പഠിക്കണം. ഏതെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ സകലവും നഷ്ടപ്പെട്ടു എന്ന് കരുതി അന്ധാളിക്കാറുണ്ട്. ബിസിനസ്സിൽ പരാജയപ്പെട്ട ഒരാൾ ജീവിതം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചു. അയാൾക്ക് ആരോഗ്യമുണ്ട്, ഉത്തമയായ ഭാര്യയുണ്ട്, സൽസ്വഭാവികളായ മക്കളുണ്ട്. അനേക അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ നഷ്ടപ്പെട്ടത് ബിസിനസ് മാത്രം. എല്ലാം പോയി എന്ന ധാരണയാണ് അയാളെ നിരാശനാക്കിയത്. ഈ യാഥാർത്ഥ്യം അയാളെ ഒരു സ്നേഹിതൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ തന്റെ ഭോഷത്വം അയാൾക്ക് ബോധ്യമായി. പിന്നീട് പരിശ്രമിച്ച് ജീവിതത്തിൽ ഉയർന്നു. ഇതുപോലെ നാം കാരണം കൂടാതെ അന്ധാളിക്കുന്നവരാണോ? അനേക നന്മകളുള്ളപ്പോൾ ഒന്ന് നഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതായി ചിന്തിക്കാതിരിക്കുകയാണ് ഉത്തമം. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. കർത്താവ് ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. കർത്താവ് തരുന്ന സന്തോഷം നിങ്ങളുടെ ഹൃദയത്തില്, അതിന്റെ ആഴത്തില് കുടികൊള്ളട്ടെ. പരിശുദ്ധമ്മ അയ്യമ്മസമ്മ നിങ്ങളേവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.